നമ്മൾ ഈ കോമ്പിനേഷനിലാണല്ലോ ശരിക്കും യഥാർത്ഥത്തിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോം, ഇറ്റ്സ് അബൌട്ട് കോമ്പിനേഷൻ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾ അവിടെയാണ് കടന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ സിക്കന്ദർ റാസി ആയിരിക്കാം ചിലപ്പോൾ സിംബാബ്വെയെ കരുതി വെച്ചിട്ടുണ്ടാവുക നമുക്ക്. കാരണം അങ്ങനെയാണല്ലോ ഈ ടൂർണമെൻറ്റിൽ മുഴുവൻ ഓപ്പണിങ്ങിൽ ഓഫ് സ്പിന്നർമാരെ കൊണ്ട് ഇന്ത്യയെ കുരുക്കി വീഴ്ത്തുക എന്നത് ചെറിയ ടീമുകൾ പോലും പയറ്റിയിരുന്ന ഒരു തന്ത്രമാണ്. സിക്കന്ദർ റാസിയെ കരുതി വെക്കുന്നു. ബെന്നറ്റ് ഇന്ന് ബോൾ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കോമ്പിനേഷനെക്കുറിച്ച് ഇതേ സൂര്യകുമാർ യാദവിൻ്റെ വായിൽ നിന്നാണ് തിലക് വർമ്മക്ക് പകരമോ അഭിഷേക് ശർമ്മക്ക് പകരമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് തന്നെയാണ് സഞ്ജു സാംസൺ വരുന്നു റിങ്കു സിംഗിന് പകരം എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെ കോമ്പിനേഷൻ മാറ്റുന്നു. മറ്റൊന്ന് വിക്കറ്റ് കീപ്പിങ്ങിൽ നമ്മളിന്ന് സഞ്ജു സാംസനെയാണ് കാണുന്നത്. അതായത് ഇതൊരു പ്രഖ്യാപനമാണ്, ഇനി ഇതാണ് വിന്നിംഗ് കോമ്പിനേഷൻ എന്നത്. ഈ മത്സരത്തിന് ശേഷം ഹർഷ ബോഗലെ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, സഞ്ജു സാംസനെ നിങ്ങൾ വിക്കറ്റ് കീപ്പിങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഇന്ത്യയുടെ വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം അവസാനം എടുത്ത ആ ക്യാച്ചിലൊക്കെ നമുക്ക് ഭയങ്കരമായി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇഷാൻ കിഷനെ കുറിച്ച് നമ്മൾ അദ്ദേഹം ബാറ്റിങ്ങിൽ ഭയങ്കര ഫോമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തും അദ്ദേഹം കീപ്പിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പിഴവുകളെക്കുറിച്ച് വല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്ന സമയമാണല്ലോ. ഈ ടൂർണമെൻറ്റിലേക്ക് വന്നാൽ ആദ്യ ഓവറിൽ നമുക്ക് വിക്കറ്റ് നഷ്ടപ്പെടാത്ത വളരെ അപൂർവം കളികൾ എന്നോ അല്ലെങ്കിൽ 2 മത്സരങ്ങൾ സഞ്ജു സാംസൺ ഓപ്പണറായി വന്ന 2 മത്സരങ്ങളിലെ നമ്മൾ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് 2 അക്കം കടന്നിട്ടുള്ളൂ. ഈ ടൂർണമെൻറ്റിലെ 25 ആയിരുന്നു, ഇന്ന് 48 റൺസ്. അതെ.